എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. മുൻഗണനാ റേഷൻ കാർഡിന് വേണ്ടി വീണ്ടും അപേക്ഷകൾ ആരംഭിച്ചിട്ടുണ്ട്. മഞ്ഞ റേഷൻ കാർഡിന്റെ അരി വിഹിതത്തിൽ കേന്ദ്രം കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുകയാണ്. ഇത് ഉൾപ്പെടെയുള്ള റേഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. റേഷൻ കാർഡ് ഉള്ളവർ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താനൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ അപേക്ഷ വീണ്ടും ആരംഭിച്ചു. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യ അപേക്ഷയാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത പൊതുവിഭാഗമായിട്ടുള്ള വെള്ള റേഷൻ കാർഡിന്റെയും സബ്സിഡി വിഭാഗമായിട്ടുള്ള നീല റേഷൻ കാർഡുള്ളവർക്കും മുൻഗണനാ വിഭാഗമായ പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഇന്ന് 2026 ജൂൺ 27-ാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് മുതലാണ് ഓൺലൈൻ അപേക്ഷകൾ ആരംഭിച്ചിട്ടുള്ളത്. അടുത്ത മാസം ജൂലൈ 17-ാം തീയതി വരെ 20 ദിവസമാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക. ഈ ഒരു സമയത്ത് തന്നെ അർഹതയുള്ള ആളുകൾ അപേക്ഷ നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓണത്തിന് മുമ്പ് 1,00,000 പേർക്ക് മുൻഗണനാ റേഷൻ കാർഡ് നൽകുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. അപ്പോൾ ഈ ഒരു അവസരം പരമാവധി ഉപയോഗിക്കുക. കഴിഞ്ഞ തവണയൊക്കെ അപേക്ഷ ക്ഷണിച്ചപ്പോൾ അപേക്ഷകർ കുറവായിരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അർഹതയുള്ളവർക്കെല്ലാം മുൻഗണനാ റേഷൻ കാർഡ് ലഭിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്. ഒഴിവാക്കൽ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ നമ്മൾ പല തവണ പറഞ്ഞതാണ്. അത് എന്തൊക്കെയാണ് എന്ന് ശ്രദ്ധിക്കുക. അതായത് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു അംഗത്തിന് 4 ചക്ര വാഹനം, 1000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട്, 25,000 രൂപക്ക് മുകളിലുള്ള മാസ വരുമാനം, ആദായ നികുതി അടയ്ക്കുന്നവർ ആരെങ്കിലും റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ, സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാരോ പെൻഷൻകാരോ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ, ഇങ്ങനെയുള്ള ഏതെങ്കിലും 2 കാര്യങ്ങൾ നിങ്ങളുടെ റേഷൻ കാർഡിൽ ഉണ്ട് എങ്കിൽ മഞ്ഞ, പിങ്ക്, നീല റേഷൻ കാർഡിന് അർഹതയില്ല. ഇവയിൽ ഏതെങ്കിലും ഒന്നുണ്ട് എങ്കിൽ ഒഴിവാക്കൽ മാനദണ്ഡമാണ്. അപ്പോൾ അവർക്കും ഈ മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ കഴിയില്ല. ബാക്കിയുള്ള ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഉൾപ്പെടാത്തവർക്കാണ് മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ കഴിയുക. ഇവരിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് മുൻഗണന ലഭിക്കും. സർക്കാരിന്റെ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ, ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾ, കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, അങ്ങനെ ഭിന്നശേഷിക്കാർ ആരെങ്കിലും റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ, അങ്ങനെ പല കാരണം കൊണ്ടും മുൻഗണന അധികം ലഭിക്കുന്ന ആളുകളുണ്ട്. അത് മാത്രമല്ല BPL ലിസ്റ്റിൽ ഉൾപ്പെടാൻ അർഹരാണ് എന്ന് തദ്ദേശ സ്ഥാപന സെക്രട്ടറി ഒരു ലെറ്റർ നൽകുകയാണ് എങ്കിൽ, സർട്ടിഫിക്കറ്റ് നൽകുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും BPL കാർഡിൽ ഉൾപ്പെടാൻ കഴിയും. അത് അപേക്ഷയോടൊപ്പം വെക്കണം എന്ന് മാത്രം. അതിനുവേണ്ടി ആദ്യം തദ്ദേശ സ്ഥാപനങ്ങളിൽ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകളിൽ അപേക്ഷ നൽകി ആ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുകയാണ് എങ്കിൽ, നിങ്ങൾക്ക് അപേക്ഷയോടൊപ്പം ഇതുകൂടി അറ്റാച്ച് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും BPL ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ്. പഞ്ചായത്തിൽ അപേക്ഷ നൽകിയാൽ അത് പെട്ടെന്ന് കിട്ടില്ല. വീടുകളിൽ വന്ന് ഫീൽഡ് തല പരിശോധന പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ നടത്തും. അതിനുശേഷമായിരിക്കും ആ ഒരു BPL റേഷൻ കാർഡിൽ ഉൾപ്പെടാൻ അർഹതയുണ്ട് എന്നുള്ള സർട്ടിഫിക്കറ്റ് ലഭിക്കുക. അപ്പം ഇങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത്. ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഈ 27-ാം തീയതി മുതൽ അടുത്ത 17-ാം തീയതി വരെയാണ് അപേക്ഷ നൽകാൻ കഴിയുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, റേഷൻ കാർഡിലെ വിഹിതത്തിൽ കേന്ദ്ര സർക്കാർ മാറ്റം കൊണ്ടുവരികയാണ്. നിലവിൽ ഏറ്റവും താഴ്ന്ന വിഭാഗമായിട്ടുള്ള AAY മഞ്ഞ റേഷൻ കാർഡിൽ അരി വിഹിതം വെട്ടിക്കുറക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. വ്യക്തികളുടെ എണ്ണത്തിനനുസരിച്ച് മഞ്ഞ റേഷൻ കാർഡിലും അരി വിഹിതം ആക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. അരി വിതരണത്തിൽ തുല്യത പാലിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മാറ്റം കൊണ്ടുവരുന്നത് എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ സംസ്ഥാനത്ത് 6 ലക്ഷത്തിലധികം മഞ്ഞ റേഷൻ കാർഡുകളുണ്ട്. 18 ലക്ഷത്തോളം ഗുണഭോക്താക്കളാണ് മഞ്ഞ റേഷൻ കാർഡിൽ ഗുണഭോക്താക്കളായിട്ടുള്ളത്. ഇവർക്കാണ് അരി വിഹിതത്തിൽ കുറവ് വരിക. അതായത് നിലവിൽ 30 കിലോ അരിയാണ് നമ്മുടെ സംസ്ഥാനത്ത് ലഭിക്കുന്നത്. 35 കിലോ ഭക്ഷ്യധാന്യമാണ് കേന്ദ്രം മഞ്ഞ റേഷൻ കാർഡിന് നൽകുന്നത്. ഇതിൽ നമ്മുടെ സംസ്ഥാനത്ത് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും 3 പാക്കറ്റ് ആട്ടയുമായിട്ടാണ് ലഭിക്കുന്നത്. ആട്ട നമ്മുടെ സംസ്ഥാന സർക്കാർ സൗജന്യമായിട്ട് ലഭിക്കുന്ന ആട്ട എടുത്ത് പൊടിച്ച് നൽകുകയാണ്. അപ്പോൾ അതിനുള്ള ഒരു കൂലി എന്നുള്ള നിലയ്ക്ക് ഓരോ ആട്ടക്കും 7 രൂപ വീതം മേടിക്കുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് നമ്മുടെ സംസ്ഥാനത്ത് ലഭിക്കുന്നത്. രാജ്യത്തെ ഒട്ടാകെയുള്ള അന്ത്യോദയ അന്ന യോജന മഞ്ഞ റേഷൻ കാർഡുകാർക്കെല്ലാം ഈ ഒരു മാറ്റം വരികയാണ്. 35 കിലോ ഭക്ഷ്യധാന്യം റേഷൻ കാർഡിൽ മൊത്തം എന്നുള്ളതിൽ മാറ്റിക്കൊണ്ട് ഓരോ വ്യക്തിക്കും 7 കിലോ ഭക്ഷ്യധാന്യം എന്നാക്കുകയാണ്. അത്
വരും മാസങ്ങളിൽ മാറും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നീല വെള്ള റേഷൻ കാർഡുള്ളവർക്കെല്ലാം ആട്ട ലഭിക്കുന്നുണ്ട്. ഇനി ഗോതമ്പ് കൂടി റേഷൻ കാർഡിലൂടെ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ലഭിച്ചേക്കും എന്നുള്ള വിവരമുണ്ട്. ട്രേഡ് ഓവർ വിഹിതം ലഭിക്കുന്നതിനനുസരിച്ച് തന്നെ നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് അധിക അരി അനുവദിക്കും എന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ മാസം സ്പെഷ്യൽ അരി ഉണ്ടായിരുന്നില്ല. അപ്പോൾ വരും മാസങ്ങളിലായിട്ട് സ്പെഷ്യൽ അരി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. തൊട്ടടുത്ത മാസം ജൂലൈ മാസത്തിൽ ഉണ്ടാകുമോ എന്നറിയില്ല. ഓണത്തോടനുബന്ധിച്ച് എന്തായാലും അധിക അരി നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ലഭിക്കും എന്നുള്ളതാണ് വിവരം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മണ്ണെണ്ണ ഈ മാസം അധിക മണ്ണെണ്ണ അനുവദിച്ചിട്ടുണ്ട്. അതായത് നേരത്തെ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലെ ത്രൈമാസ കാലയളവിലെ മണ്ണെണ്ണ എന്ന് പറയുന്നത് മഞ്ഞ റേഷൻ കാർഡിന് 1 ലിറ്ററും ബാക്കിയുള്ള റേഷൻ കാർഡിന് 1/2 ലിറ്ററുമായിരുന്നു. എന്നാൽ എല്ലാ റേഷൻ കാർഡിനും അത് കൂടാതെ അതിന് പുറമെ 1 ലിറ്റർ കൂടി ഇപ്പോൾ വാങ്ങാമെന്ന് സിവിൽ സപ്ലൈസ് ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട്. റേഷൻ കാർഡിൽ നിന്നും അധിക മണ്ണെണ്ണ ലഭിക്കുന്നതാണ് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇതുകൂടാതെ സപ്ലൈകോയിൽ നിന്നും സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ വേൾഡ് കപ്പ് ഓഫറും ഉണ്ട്. 11 ഇനം സാധനങ്ങൾക്ക് സ്പെഷ്യൽ വിലക്കുറവ്, ഗോളിന്റെ എണ്ണത്തിനനുസരിച്ചുള്ള ശതമാന കണക്കിൽ വിലക്കുറവ് ലഭിക്കുന്നതാണ്. അതും കഴിയുന്ന ആളുകൾ, വേണമെന്നുള്ള ആളുകൾ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായ ഇൻഫർമേഷൻ ആണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.